മൈ കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന ചിക്കൻ നൂഡിൽസ് റെസിപ്പി വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് 400 ഗ്രാം ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഓരോരുത്തരുടെ എരിവനുസരിച്ച് വ്യത്യാസത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ ആവശ്യം പോലെ ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മളിപ്പോ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ ടാപ്പ് വാട്ടർ ഒഴിച്ചാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കാൻ പോവാണ്, കാരണം ചിക്കൻ വേവിക്കണമല്ലോ. അപ്പൊ ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സംഭവം ആണെങ്കിൽ പോലും നമുക്ക് ചിക്കൻ സ്റ്റോക്ക് എടുക്കണമല്ലോ. അപ്പൊ മാക്സിമം ചിക്കൻ്റെ അകത്തുനിന്ന് വരുന്ന ജ്യൂസസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിക്കൻ സ്റ്റോക്കിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഇവിടെ എല്ലുകളുള്ള ചിക്കൻ കഷ്ണങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എല്ലുകളുള്ള കഷ്ണങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന സ്റ്റോക്കിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 20-25 മിനിറ്റ് ഒക്കെ നമുക്ക് ഇതേപോലെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നൂഡിൽസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതേപോലത്തെ നൂഡിൽസ് ആണ് എടുത്തിരിക്കുന്നത്. പ്ലെയിൻ നൂഡിൽസ് ആണത്. അപ്പോൾ ഇത് ഓരോ പാക്കറ്റിനും 227 ഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റി പ്ലെയിൻ നൂഡിൽസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 227 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു വലിയൊരു പാനിലോട്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ എണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പം നമുക്ക് നമ്മളുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് വേണം നൂഡിൽസ് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഓരോ നൂഡിൽസിൻ്റെയും വേവ് വ്യത്യാസമായിരിക്കും. ഇപ്പം നിങ്ങൾ ഓരോ ബ്രാൻഡ് നൂഡിൽസ് ഉപയോഗിക്കുന്ന അനുസരിച്ചിരിക്കും. പ്ലെയിൻ നൂഡിൽസ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചില സമയത്ത് ഞാൻ വേറൊരു പരിപാടി ചെയ്യാറുണ്ട്. 2 വെറൈറ്റി നൂഡിൽസ് ഞാൻ ഇടാറുണ്ട്. ചിലപ്പോൾ ഞാനൊരു റൈസ് നൂഡിൽസും പിന്നെ ഇതേപോലത്തെ പ്ലെയിൻ നൂഡിൽസും ഇടാറുണ്ട്. അപ്പോൾ രണ്ടിനും 2 വേവ് ആയിരിക്കും. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ട് ബോയിൽ ചെയ്ത് എടുക്കാറുണ്ട്. അപ്പോൾ ഈ റൈസ് നൂഡിൽസും ഇതേപോലത്തെ നൂഡിൽസും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പം ഇതേപോലത്തെ ഒരു അരിപ്പയിൽ കൂടെ നമുക്കിത് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് ഉടനെ തന്നെ നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം, അതായത് ടാപ്പ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ഈ കുക്കിംഗ് പ്രോസസ്സ്, ചൂടുള്ള നൂഡിൽസിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ചൂടിൽ ചിലപ്പോൾ ഇരുന്ന് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. അപ്പം അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ്ലി പച്ചവെള്ളം ആ അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്, നൂഡിൽസിൻ്റെ മുകളിലോട്ട്. അപ്പം ഇപ്പം നന്നായിട്ട് നൂഡിൽസ് വെന്തിട്ടുണ്ട്. അപ്പം ഇനി ഞാനിത് ഈ ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കാൻ പോവാണ്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് നോക്കാം. ഇപ്പം ഏകദേശം 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ നിന്നും ആ ജ്യൂസൊക്കെ പുറത്ത് വന്ന് ആ വെള്ളം നമ്മൾ 2 കപ്പ് ചേർത്താലും അത് കുറച്ച് റെഡ്യൂസ് ആയിട്ടുണ്ട്, കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ തിളപ്പിച്ച്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് ഞാൻ ചേർക്കുന്നതെന്ന് കാണാം. ഞാനിവിടെ ഒരു ചെറിയ സവോള ചേർക്കുന്നുണ്ട്, ഇതേപോലെ നേരിയതായിട്ട് നീളത്തിൽ അരിഞ്ഞത്. 2 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അപ്പൊ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 3-4 ചേർക്കാം, കുഴപ്പമില്ല, നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ ഞാൻ 1/2 കപ്പ് ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്, അതും നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഞാൻ 1/2 കപ്പ് ക്യാരറ്റും ചേർക്കുന്നുണ്ട്, നീളത്തിൽ അരിഞ്ഞത്. പിന്നെ നേരിയതാക്കി അരിഞ്ഞ 1/2 കപ്പ് ബീൻസും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ, അതായത് നമ്മൾ നേരത്തെ സ്റ്റോക്ക് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതിൽ നിന്നും ദശ മാത്രം ഞാൻ ഊരി മാറ്റി ഇതേപോലെ മുറിച്ചെടുത്ത് ദശ മാത്രം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പം അതാണ് ഈ ഒരു പ്ലേറ്റിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊന്നും ഒരിക്കലും ഒഴിക്കരുത്. ചൈനീസ് കുക്കിങ്ങിന് ഒരിക്കലും വെളിച്ചെണ്ണ ഒഴിക്കരുത്, നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കനോല ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ആ എണ്ണ ചൂടായി കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം.
നമ്മൾ ചേർത്തിരിക്കുന്ന ഈ സവോളയും വെളുത്തുള്ളിയും ഒന്നും ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അപ്പൊ ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം. അതും ഒരു 1-2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ന്യൂഡിൽസിൽ അങ്ങനെ എല്ലാം ഇങ്ങനെ വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മാത്രം മതി. പച്ചക്കറി എല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷമായിരിക്കണം നിങ്ങൾ മുറിച്ച് ഇതേപോലെ നീളത്തിലേക്ക് ആക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതേപോലെ ഇട്ട് ഒരു 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ഞാൻ ഒരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ അതിൽ കുറച്ച് ബാക്കി വരും, അത് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൂപ്പിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതേപോലെ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് വെള്ളം പോലെ ആയിരിക്കും ഇരിക്കുക. ഇച്ചിരി വെള്ളം പോലെ ഇങ്ങനെ പുറത്ത് വരും, അത് സാരില്ല, അത് നല്ലതാണ്. നമ്മുടെ ന്യൂഡിൽസിന് നല്ലൊരു മോയിസ്റ്റ് ഫീലിംഗ്, നന്നായിട്ട് ഇങ്ങനെ നല്ലൊരു പ്രത്യേക ഒരു ടെക്സ്ചർ വരാം ഇച്ചിരി വെള്ളം അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു ചെറിയ ടീസ്പൂൺ സോയ സോസും ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ്, പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കാണുന്ന ഹൈ ഫ്ലെയിമിലാണ് ന്യൂഡിൽസ് ഒക്കെ ചെയ്യാറ്, പക്ഷെ ഞാൻ എപ്പോഴും ഈ ഒരു മീഡിയം ഫ്ലെയിമിലാട്ടോ ചെയ്യാറ്. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ്, അതായത് ചതച്ച മുളക്, ഡ്രൈഡ് റെഡ് ചില്ലീസ് ക്രഷ് ചെയ്തത്, അതാണ് ഞാൻ ചേർക്കുന്നത്. അത് ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർക്കാം. നമ്മൾ ഇതിലോട്ട് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് ചിക്കൻ വേവിച്ചപ്പോൾ. പിന്നെ ഇതിൻ്റെ കൂടെ ആവശ്യം പോലെ ഉപ്പും ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഫ്യൂ സെക്കൻഡ്സ് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ന്യൂഡിൽസും ഇതിലോട്ട് ഇടാം. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്യാം. നല്ല ഫോർക്കൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ ചിക്കൻ സ്റ്റോക്ക് ഇട്ടതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ശരിക്കും ഹോട്ടൽസിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് നിങ്ങൾക്ക് ഈ ന്യൂഡിൽസ് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇനി ഹോട്ടലിൽ നിന്നൊന്നും നിങ്ങൾ കഴിക്കില്ല. ഹോട്ടലിൽ ഒരു എക്സ്ട്രാ ചെയ്യണം എന്തെന്ന് വെച്ചാൽ അവർ ഈ അജിനമോട്ടോ ഒക്കെ ചേർക്കും. നമ്മളത് ചേർത്തിട്ടില്ല. എന്നാൽ പോലും ഇതിന് ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ബ്രോക്കോളി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മഷ്റൂംസ് ആഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് ആണോ അതെല്ലാം ആഡ് ചെയ്യാം ഇതിൻ്റെ കൂടെ. മഷ്റൂം ഒക്കെ ആകുമ്പോൾ ഒന്ന് ശരിക്കും കുക്ക്ഡ് ആവണം. പക്ഷെ മഷ്റൂം പെട്ടെന്ന് കുക്ക്ഡ് ആവും, നിങ്ങൾക്ക് അറിയാമല്ലോ. ജസ്റ്റ് കഴുകി അരിഞ്ഞ് പെട്ടെന്ന് തന്നെ ആകും. പക്ഷെ ബാക്കി വെജിറ്റബിൾസ് ഒന്നും അത്രയും കുക്ക്ഡ് ഒന്നും ആകണം എന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.